ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട്. 4-1-3-2 ആണ് ഫോർമേഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഏതാ മാനേജറിന് സാബി അലോൺസോ ആണ് പുതിയത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് മാനേജർ കേട്ടോ. അപ്പോൾ എന്തായാലും ഓപ്പോണന്റ് വന്നിട്ടുണ്ട്. അത് ക്വിക്ക് കൗണ്ടറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലൂയിസ് റോമൻ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെന്താ പറയുക, കോസ്റ്റാട്ടനെ ആക്കിയിട്ടുണ്ട് ക്യാപ്റ്റൻ. മെസ്സിയിൽ നിന്നും കോസ്റ്റാട്ടയിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർട്ടീനസിനെ വെച്ചു ലെവൻഡോസ്കിക്ക് വരാം. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും നോക്കാം. എന്താ പറയുക, മാച്ച് ഹാഫ് ടൈമിന് ശേഷം അതുപോലെ തന്നെ സാബി അലോൺസോൻ്റെ കുറേ പേര് ഇട്ടായിരുന്നു റിവ്യൂസൊക്കെ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ആ ഒരു മാനേജറിൻ്റെ പ്ലേ സ്റ്റൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ FC ബാഴ്സലോണ വേഴ്സസ് അജാക്സ് FC. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന മാച്ച്. ഫസ്റ്റ് ടച്ച് നമുക്കായിരിക്കും, കാരണം നമ്മുടെ എല്ലാവരും വന്നേക്കണം ഫസ്റ്റ്. ഓക്കെ, മെസ്സി ടു കേസ്മിറോ ടു ജെറാഡ് ടു കല്ലേ നെയ്മർ. അറ്റാക്ക് വന്നല്ലോ കേസ്മിറോ. നമ്മുടെ കേസ്മിറോ ഡിബ്രൂണി റോഡ്രിഗർ എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ ഷോട്ട്. ലെവൻഡോസ്കി ടു ബ്രൂണോ ഫെർണാണ്ടസ് ടു ജെറാഡ്. എൻഡോ കേസ്മിറോ നെയ്മർ എൻഡോ വീണ്ടും നെയ്മറിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റോഡ്രിഗർ മെസ്സി ഇത്രയുണ്ട്. വെല്ലിംഗം വീണ്ടും കിമ്മൻഡോ ചേട്ടാ ബെല്ലിംഗ് എടുത്തിട്ടുണ്ട്. അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റോഡ്രിഗർ. ഷോട്ടിങ് കൂടാണല്ലോ. പണിയായോ ഡിബ്രൂണി. ഗോൾ അടിച്ച് ഫസ്റ്റ് തന്നെ 14 മിനിറ്റിൽ. എൻ്റെ മോനെ അങ്ങനെ ഫസ്റ്റ് ഗോൾ ഇട്ടിരിക്കുകയാണ് നമ്മുടെ മാച്ചിൽ. അങ്ങനെ ആദ്യത്തെ ഇത് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസി നമുക്ക് മെസ്സിക്ക് തന്നെ വെക്കാം, അതായിരിക്കും നല്ലത്. എന്നാലേ കളി മാറുള്ളൂ. മെസ്സി തന്നെ ക്യാപ്റ്റനായി ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഇനി നമുക്ക് കളി മാറ്റം വന്നു നോക്കാം. മെസ്സി ക്യാപ്റ്റൻസി എടുത്ത് എന്തെങ്കിലും കേസ്മിറോ അക്കർലെ ടു ബാക്കോട്ട് മേക്കല്ലൻ. കേസ്മിറോ ടു ജെറാഡ് അവിടെ അറ്റാക്ക് ചെയ്യുന്നു. കേസ്മിറോ കേട്ടോ ഗോളി പണി പാണിക്കല്ലേ. മാർട്ടിനസ് എൻ്റെ മോനെ അക്കർലെ ജെറാഡ് നെയ്മർ. എൻ്റെ മോനെ ഗോളി ഇടയ്ക്കായിട്ട് കളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ. ഡിബ്രൂണി ടു ബെല്ലിംഗം ടു മാർട്ടിനസ് എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ വീണ്ടും അറ്റാക്കിങ്. ബെല്ലിംഗം ഇന്നലെ എൻ്റെ അമ്മേ പണി കാണിച്ചതന്നെ അക്കറിലെ. ഇതെന്താ ഗോളിയൊക്കെ ഇറങ്ങി വരുന്നു ഈ ഇടയ്ക്കായിട്ട്. മെസ്സി ടു നെയ്മറിലേക്ക് ഒരു പാസ് എൻ്റെ എടുത്തിരിക്കുന്നത് അറ്റാക്കിങ്. കേസ്മിറോ ജെറാഡ് ടു ജെറാഡ് ടു മെസ്സി ടു നല്ലൊരു ചാൻസ് നെയ്മർ. എൻ്റെ മോനെ ഷോട്ട് വരൂ കല്ലേ. കറക്റ്റ് ഗോളിയിലേക്ക് കേസാറില്ല. കേസ്മിറോ ടു ഫെർണാണ്ടസ് ബ്രൂണോ പോസ്റ്റേ ബാക്കോട്ട് പോയി. മാർട്ടിനസ് റോഡ്രിഗർ എടുത്തിട്ടുണ്ടത്, അത് ചെയ്യുന്നില്ല. ഓക്കെ, ഫെർണാണ്ടസ് ബാക്കോട്ട്. ഇവന്മാരെ അങ്ങോട്ട് ഡിബ്രൂണി നെയ്മർ വീണ്ടും എടുത്ത് ഗോളി ഇറങ്ങി വരും. അത് പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഗർഹോം കേസ്മിറോ ഡിബ്രൂണി കേസ്മിറോ ടു ജെറാഡ് കേസ്മിറോ ടു ഫെർണാണ്ടസ് മാർട്ടിനസ് അറ്റാക്കിങ് അലക്സ്. ഓക്കെ, ഡിബ്രൂണി നല്ല അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നെയ്മർ ടു ജെറാഡ്. വീണ്ടും ഒരു ഇത് ഡിബ്രൂണി എൻഡോ വീണ്ടും ഡിബ്രൂണിയിലേക്ക് നെയ്മർ ജെറാഡ് ഗൈസ്. അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കുന്നത്. ഷോട്ട് 4 കേട്ടോ. നമ്മളങ്ങോട്ട് ഒരു ഷോട്ട് കൂടെ അടിച്ചില്ല. അല്ല, നമ്മളങ്ങോട്ട് ഒരു ഷോട്ട് അടിച്ചെന്ന് തോന്നുന്നു. അത് പണിയാക്കുമല്ലോ. ഇതങ്ങനെ ഫോർമേഷൻ ഒന്നും ചെയ്യാനില്ല. ഡീഫോൾട്ട് തന്നെ ഇടുന്നത് 4-3-3.
അപ്പോൾ എന്തായാലും നോക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ മാർട്ടിനസിനെ സെക്കൻഡ് സ്ട്രൈക്കർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ എന്ന് വെച്ചാൽ ഓക്കെ ഈ പ്ലെയറിനെ നമുക്ക് അടുത്തെടുത്തിടാം. ആൽബർഡേ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാൻസലോ, സാബി, വാഡിയോള. ഓക്കെ സംഭവം നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവും. എന്തായാലും ഒരു തന്നെ കേട്ടോ ഗൈസ്. അങ്ങനെ എന്തായാലും നമ്മളങ്ങനെ ടൈമിന് ശേഷം നോക്കാം സെക്കൻഡ് ഹാഫ്. ഓക്കെ മാർട്ടീനസ് ടു ആൻഡിജിക്ക്, ബ്രൂണി, ബെല്ലിംഗാം ടു റൊണാൾഡോ, കേസ്മിറോ ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ ടു മെസ്സി ഗൈസ്. നല്ലൊരു ചാൻസാണ് മെസ്സി. ഓ ഗൈസ് അങ്ങനെ നമ്മൾ 49 മിനിറ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. മെസ്സി നമ്മുടെ ക്യാപ്റ്റൻസി തെളിയിച്ചു. മെസ്സി അങ്ങനെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 1-1 ആയിട്ടുണ്ട് എന്തായാലും 49 മിനിറ്റിൽ. ഓക്കെ അത് നൈസായിരുന്നു കേട്ടോ ഗോള്. ഞാൻ വിചാരിച്ചു ഗോളി പണിയാക്കുമെന്ന്. കാരണം ഒരിത് പോയി കഴിഞ്ഞാൽ കോർണർ കിക്കിലേക്ക് അങ്ങ് വീഴും. പണിയായത് എന്തായാലും. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ഗോൾ അടിച്ചു. നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഗോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ ഒരു സീനാണ്. ഒരു 3-4 കളി ഇപ്പോൾ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താ പറ്റിയറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും ഗൈസ്. അതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ മാച്ചിലേക്ക് പോകാം. കേസ്മിറോ ടു ഓക്കെ ഫസ്റ്റ് കേസ്മിറോ, ബ്രൂണി, ആൽബർഡേ ടു കേസ്മിറോ ടു മെസ്സി. കിട്ടിയ അറ്റാക്ക് ചെയ്തല്ലോ ഗൈസ്. ബ്രൂണി ഗൈസ് കിട്ടിയിട്ടുണ്ട്. കേസ്മിറോ ഷോട്ട്. നെയ്മർ ടു കക്കറിലെ. നെയ്മർ വീണ്ടും ബാക്കോട്ട് കിട്ടിയില്ല ഗൈസ്. മാർട്ടിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെയും പോലെ ഡിബ്രൂണി ഗൈസ് പണിയാവത്തത്. മാർട്ടിനസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നെയ്മർ വീണ്ടും ബാക്കോട്ട്. ബ്രൂണി, കേസ്മിറോ, നെയ്മറിലേക്ക് പാസ്. നെയ്മർ ടു ജെറാഡ്. നെയ്മർ എടുത്തല്ലോ ഗൈസ്. കേസ്മിറോ, മെസ്സി, നെയ്മർ. ഓക്കെ നല്ലൊരു ക്രോസ് ആയ നെയ്മർ ഗൈസ്. അടുത്ത ഗോള് എൻ്റെ കൂടെ 66 മിനിറ്റിൽ അടുത്ത ഗോൾ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ആൽബർഡേ ഞാൻ തോന്നുന്നു. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഗോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സാബി ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻസലോ. നമുക്ക് മെഗല്ലനെ ഇങ്ങോട്ട് ഇറക്കിയാലോന്നുണ്ട്. റീവറിന് വരാം. അതുപോലെ തന്നെ റൊണാൾഡോ, റിവാൾഡോ, സാബിനെ നമുക്ക് ഇങ്ങോട്ട് ഇറക്കാം. സാബി മാനേജറും അങ്ങനെ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മാച്ച്. എന്തായാലും ഓപ്പോണൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. ഓക്കെ എന്തായാലും ഒരു കംബാക്ക് സുഖമായിരുന്നു കേട്ടോ. കാരണം ആ അടിപൊളി ഒരു ഗോൾ അത് നൈസായിരുന്നു. എന്തായാലും മെസ്സിയുടെ പിന്നെ ആ ആൽബർഡേൻ്റെ ഒരു ഗോൾ നൈസായിരുന്നു. എന്തായാലും നമ്മൾ 2 ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്തായാലും മാച്ച് ഹാഫ് ടൈമിന് ശേഷം മാറി പറഞ്ഞു കേട്ടോ. അല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. വീണ്ടും ആൽബർഡേ, നെയ്മർ ടു മെസ്സി അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ജെർഡൻ, മാർട്ടിനസ്, കേസ്മിറോ. വീണ്ടും മാർട്ടിനസിലേക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മെഗല്ലൻ, കേസ്മിറോ, മെസ്സിയിലേക്ക് വരുന്നു. പക്ഷെ നടന്നിട്ട് നല്ലൊരു അറ്റാക്ക് ചെയ്തു ആൻഡിജിക്ക്. അല്ലെങ്കിൽ അവിടെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ അടിക്കാൻ വേണ്ടിയിട്ട് മെസ്സി ടു ഡിജോ. സാബി അലോൺസോ എവിടേക്കാണ് അടിച്ചു കൊടുത്തത്. ആൽബർഡേ ടു മെസ്സി. മൂവ് ചെയ്യുന്നില്ല സാധനം, അതാണ്. അലക്സ്, ബെല്ലിംഗം, കേസ്മിറോ. സമ്മതിക്കരുത് ഈ ഒരു അവസാന നിമിഷം കൊണ്ടേ പണി കഴിഞ്ഞ് കൊടുക്കും നമ്മൾ. കേസ്മിറോ, മെസ്സി നെയ്മർ അതെ എൻ്റെ ഇതൊക്കെ നല്ല ചാൻസാണ്. അവിടെ നിന്ന് ആരും ഇല്ലാത്തൊരു ടൈമാണ്. വീണ്ടും പണിയാവൻ്റെ ക്രോസ്. നെയ്മറാണോ മാർട്ടിനസ്. അങ്ങനെ ഫുൾ ടൈം ആവാനായി. 84 മിനിറ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ
എന്തായാലും നമ്മൾ ഒരു ഗോളിന് മുന്നിലാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിൽ തട്ടിത്തട്ടി വേണേ നോക്കാം. ഓക്കെ ഗൈസ്, ഇൻഡോ കർലെ വരുന്ന മാർക്കിനസ് ബാക്കോട്ടൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടും. വീണ്ടും നെയ്മർ ടു സാബി അലോൺസോ. ഗൈസ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി സൈഡിലേക്ക് ക്രോസ് നടന്നില്ല. കേസ്മർ അവിടെ വന്നത്, അല്ലെങ്കിൽ അതൊരു നല്ല ക്രോസ് ആയി കിട്ടുമായിരുന്നു. ഗൈസ് അങ്ങനെ ഫുൾ ടൈം ആവാൻ ഏകദേശം. ഗൈസ് അങ്ങനെ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ നാളെ ഇങ്ങനെ എന്താ പറയുക, എന്തായാലും ഇന്ന് നല്ലൊരു അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ, ബൈ.